ഹായ് ഓൾ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റായ ഉള്ളിലാണ് എപ്പോഴും ഉന്മ താൻ എന്ന പോൽ എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള തേൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ പരിചയപ്പെടാം. ആദ്യമായി തേൻ എന്ന ചാപ്റ്ററിൻ്റെ ആശയം നോക്കാം. അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ അടയാളപ്പെടുത്തൽ തേൻ അഥവാ ബാൽ എന്ന സിനിമയെ ശ്രദ്ധേയമാക്കുന്നു. അന്തർമുഖനായ യൂസഫ് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്നത് പിതാവിനോടാണ്. പരസ്പരമുള്ള സ്നേഹവും കരുതലും അവരിൽ നമുക്ക് കാണാനാവും. അച്ഛനോടൊത്തുള്ള സന്ദർഭങ്ങളിൽ യൂസഫ് കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. മകനെ പ്രകൃതിയോട് ഇണക്കി വളർത്താൻ യാക്കോബ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. കാടിൻ്റെ ഏകാന്തതയും അബോധാവസ്ഥയിലുള്ള അച്ഛന് കൂട്ടിരിക്കുന്ന യൂസഫിനെയാണ് നമ്മൾ കാണുന്നത്. അച്ഛൻ്റെ മരണം യൂസഫിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. ഇത്തരത്തിൽ അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം അടയാളപ്പെടുത്തുന്ന സിനിമയാണ് ബാൽ അഥവാ തേൻ എന്ന് പറയുന്ന സിനിമ. എന്ന ചാപ്റ്ററിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? യാക്കോബ്, യൂസഫ്, യാക്കൂബിൻ്റെ ഭാര്യ, ഒപ്പം കഥാപാത്രം പോലെ പ്രകൃതിയും പരുന്തും കടന്നു വരുന്നുണ്ട്. പാഠഭാഗത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം. അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിനും മിഴിവ് നൽകാൻ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദൃശ്യശബ്ദ സംവിധാനങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക എന്ന ചോദ്യം ചോദിക്കാം. അച്ഛനും മകനും തമ്മിലുള്ള അസാധാരണമായ ഒരു അടുപ്പമുണ്ട്. നേർത്ത സ്വകാര്യം പറച്ചിലൂടെയും ചേർന്നുള്ള യാത്രയിലൂടെയും അത് കൂടുതൽ ദൃഢമാകുന്നു. മലഞ്ചേരിയിലെ പൂക്കളെയും മരങ്ങളെയും എല്ലാം യൂസഫിന് പരിചയപ്പെടുത്തുന്നുണ്ട് ആ പിതാവ്. ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ. പ്രകൃതിയിലെ കലർപ്പില്ലാത്ത ശുദ്ധ സംഗീതവും ദൃശ്യങ്ങളുമാണ് സിനിമയിൽ ഉള്ളത്. അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹത്തെ ബിംബങ്ങളിലൂടെ ആവിഷ്കരിക്കുന്നു. ഞങ്ങളും ബാല്യ കൗതുകങ്ങളും നിഷ്കളങ്കതയും നഷ്ടബോധങ്ങളും കവിതകളും നിറഞ്ഞ യൂസഫിൻ്റെ കുഞ്ഞു ജീവിതം അടയാളപ്പെടുത്തുന്ന ദൃശ്യം ഏറെ മനോഹരമാണ്. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇതിൽ എന്ത് ചെയ്യേണ്ടത്? ഉത്തരമായി എഴുതേണ്ടത്. ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. യൂസഫ് അല്ലെങ്കിൽ യാക്കോബ് ഇവർ രണ്ടുപേരിലും ആരെങ്കിലും ഒരാളെ പറ്റി എന്ത് ചെയ്തേക്കാം? കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ ചോദിക്കാം. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കഥാപാത്രത്തിൻ്റെ സ്ഥാനവും പ്രാധാന്യവും വ്യക്തമാക്കണം. കഥാപാത്രത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ വിശദമാക്കണം. കഥാപാത്രങ്ങളെ സൂചിപ്പിക്കണം. അതായത് കഥാപാത്രങ്ങളുടെ ജീവിത കാഴ്ചപ്പാട് വിശകലനം ചെയ്യണം. കഥാസന്ദർഭങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് യുക്തിപൂർവ്വം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കണം. യൂസഫിനെ പറ്റി കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് എന്നുൾപ്പെടുത്തുക. അന്തർമുഖനാണ് യൂസഫ്. കൂട്ടുകാരില്ല, പോകുന്നതും വരുന്നതും തനിച്ചാണ്. ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്നത് പിതാവിനോടാണ്. അച്ഛൻ പകർന്നു നൽകുന്ന കരുതലും സ്നേഹവും അച്ഛനോടൊപ്പമുള്ള സന്ദർഭങ്ങൾ അവന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. ചെറിയ തെറ്റുകൾക്ക് പോലും പശ്ചാത്തപിക്കുന്ന ബാലമനസ്സിൻ്റെ നിഷ്കളങ്കത, സ്നേഹവും സൗഹൃദവും നിറഞ്ഞ ബാല്യം, പ്രകൃതിയോട് ഇണങ്ങിയ ജീവിതം, പ്രകൃതി ദൃശ്യങ്ങളും പ്രകൃതിയുടെ സംഗീതവും ആസ്വദിച്ചു കൊണ്ടുള്ള യാത്ര, കാട്ടിൽ തൻ്റെ പിതാവിനെ സഹായിക്കുന്ന കൊച്ചുബാലൻ, അപസ്മാരബാധിതനായി കാട്ടിൽ കിടന്ന പിതാവിന് കൂട്ടുനിൽക്കുന്ന മകൻ, അച്ഛൻ്റെ മരണം അംഗീകരിക്കാൻ കഴിയാത്ത പിഞ്ചു മനസ്സിനു വായിച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ കൈയടിച്ചതും അധ്യാപകൻ ബാഡ്ജ് സമ്മാനിച്ചതും മനസ്സിലാകാത്ത നിഷ്കളങ്കൻ, അച്ഛന് പറ്റിയ അപകടം തിരിച്ചറിഞ്ഞ് കാട്ടിലേക്ക് ഓടുന്ന ബാലൻ, അനാഥത്വത്തിൻ്റെ നടുവിൽ പ്രകൃതി തന്നെ ഗർഭഗൃഹം തീർത്തു നൽകുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എഴുതുവാൻ. മറ്റൊരു കഥാപാത്രമാണ് യാക്കോബ്. യാക്കോബ് എന്ന് പറയുന്നത് യൂസഫിൻ്റെ പിതാവാണ്. യാക്കോബ് പിന്നാക്ക ഗ്രാമക്കാരനായ അയാൾ കുടുംബം പുലർത്തുന്നത് തേൻ ശേഖരിച്ചാണ്. അച്ഛനും മകനും തമ്മിലുള്ള അസാധാരണമായ ഒരു അടുപ്പം ഈ പാഠഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നേർത്ത സ്വകാര്യം പറച്ചിലൂടെ ചേർന്നുള്ള യാത്രകളിലൂടെയും അത് കൂടുതൽ ദൃഢമാക്കുന്നു. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. യൂസഫിനെ തിരിച്ചറിഞ്ഞ ഒരാൾ യാക്കോബ് മാത്രമാണ്. ഉൾക്കാട്ടിലെ മരങ്ങളെയും കിളികളെയും മകന് പരിചയപ്പെടുത്തുന്ന യാക്കോബ്. മകനെ പ്രകൃതിയോട് ഇണക്കി വളർത്താൻ യാക്കോബ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേണം എഴുതുവാൻ.
പാഠഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് തേൻ എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക എന്നത്. മുഖ്യ കഥാപാത്രമായ യാക്കൂബിന് ഉപജീവനമാർഗം തേൻ ശേഖരിക്കലാണ്. തേൻ ശേഖരിക്കൽ ഒരു അപകടം പിടിച്ച ജോലിയാണ്. കരടികൾ കട്ടെടുക്കുന്നതിനാൽ വൻമരങ്ങളുടെ മേൽച്ചില്ലകളിലാണ് കൂടുകൾ സ്ഥാപിക്കുന്നത്. മരക്കൊമ്പുകളിൽ നീളൻ കയറെറിഞ്ഞു കുടുക്കി അതിൽ പിടിച്ചാണ് തേൻ കൂട് സ്ഥാപിക്കാൻ യാക്കോബ് കയറുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയുമായി യാക്കോബ് എപ്പോഴും ഇടപഴകുന്നു. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു അമൂല്യ വസ്തുവാണ് തേൻ. യാക്കോബും മകനും തമ്മിലുള്ള ബന്ധവും തേൻ പോലെയാണ്. ഈ പേര് അതിനാൽ തീർച്ചയായും ഉചിതമാണ്. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ട പോയിന്റുകൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം തേൻ ശേഖരിക്കലാണ് എന്ന കാര്യം, അതുപോലെ യാക്കോബും മകനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, തേൻ പോലെയാണ് എന്ന കാര്യവും ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുക. മറ്റൊരു ചോദ്യം, തേൻ എന്ന സിനിമ നിർവഹിക്കുന്ന സാമൂഹിക ധർമ്മങ്ങൾ എന്തെല്ലാം? കുടുംബ അന്തരീക്ഷം, ബന്ധങ്ങളുടെ തീവ്രത, അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, മലഞ്ചെരിവിലൂടെയുള്ള യാത്ര, പക്ഷികളുടെ വിളി, കുഞ്ഞു വിസ്മയങ്ങൾ, യോസഫിൻ്റെ മാനുഷിക മൂല്യങ്ങൾ, കൂട്ടുകാരനോടുള്ള സ്നേഹം, അധ്യാപകർ പരിഗണിക്കുന്നത്, വികാരങ്ങൾ കാണിക്കാൻ സിനിമ ശക്തമായ ഒരു ബോധന മാധ്യമമാണ് എന്നിങ്ങനെയുള്ള പോയിന്റുകൾ ഉൾപ്പെടുത്തിയത് എഴുതണം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ദിവസം മറ്റൊരു പാഠഭാഗം പരിചയപ്പെടാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.